ഇതാണ് ഷെയ്ഖ് സായിദ് ഹെറിറ്റേജ് ഫെസ്റ്റിവൽ എന്നാണ് അബുദാബിയിലെ അൽവത്തബ എന്ന സ്ഥലത്ത് എല്ലാ കൊല്ലം നടത്തുന്ന ഫെസ്റ്റിവലാണിത്. അത് അബുദാബി എന്നുണ്ടെങ്കിൽ അബുദാബിന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ദൂരെയാണ്. അലൈൻ റോഡിൽ അൽവത്തബ എന്നുള്ള സ്ഥലത്താണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. ഇത് 2004 ആദ്യം തുടങ്ങിയത്. അതിനുശേഷം എല്ലാ കൊല്ലം ഇതിങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ദുബായ് ഗ്ലോബൽ വില്ലേജ് പോലെ അത്രയും കടപിടിക്കുന്ന രീതിയിൽ വളർന്നിരിക്കുന്നു. ഇത് ഇനീഷ്യലായിട്ട് തുടങ്ങിയത് ഇവിടുത്തെ ലോക്കൽസ്, അതായത് ഇവിടുത്തെ ലോക്കൽ അറബികളുണ്ടല്ലോ, അവർ തനതായ ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ഷനൊക്കെ ജനങ്ങളിൽ കാണിച്ചു കൊടുക്കുക, അവർ മറന്നുപോയ കാര്യങ്ങളെല്ലാം ജനങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അല്ലെങ്കിൽ ഒരു കൾച്ചറൽ റീജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ ഫെസ്റ്റിവൽ. പണ്ട് ലോക്കൽ പ്രൊഡക്റ്റുള്ള ഒരു സ്റ്റാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്ന് പല രാജ്യങ്ങളുടെ സ്റ്റാളുകൾ, ഉസ്ബെക്കിസ്ഥാൻ, ഈജിപ്ത്, കെനിയ, ചൈന, ഇനി എല്ലാവിധ രാജ്യങ്ങളുടെ സ്റ്റാളുകൾ വരെ ഇതിനകത്തുണ്ട്.
ഇതാണ് പുതിയ അട്രാക്ഷൻ. ഈ തായ്ലൻഡിൽ ബാങ്കോക്കിലുള്ള ഈ കനാലുകളിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടല്ലോ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ്, അതിൽ ബോട്ടുകളിൽ ഒരുക്കിയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ അതുപോലെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഈ ഫെസ്റ്റിവൽ സിറ്റിയിൽ. ഇത് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് ദുബായ് ഗ്ലോബൽ വില്ലേജിലുണ്ടായിരുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതേമാതിരിക്ക് ഇവിടെ ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഒരു കനാൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാക്കുക, അതായത് ബോട്ടുകളിൽ ഒരുക്കിയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. അതൊരു രസമാണത്. കംപ്ലീറ്റ് അതിൽ ചൈനീസും തായും ഫുഡുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് ഇപ്രാവശ്യത്തെ അട്രാക്ഷൻ. അതുപോലെ പുതിയ പുതിയ പല അട്രാക്ഷൻസിന് പ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. അതായത് പല രാജ്യങ്ങളുടെ പവലിയൻസ് ഉണ്ട്, അവരെ സാധനങ്ങളുണ്ടെന്ന് സെയിൽ, അതുപോലെ എക്സിബിഷന്, അങ്ങനെ. പ്രാവശ്യത്തെ പുതിയ പവലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ യമന്, ഈജിപ്ത്, അങ്ങനെ കുറേ ജോർദാന്, ഉസ്ബെക്കിസ്ഥാന്, അങ്ങനെ പല പവലിയൻസ്. ഓരോ സാധനങ്ങൾ പലതും അവരെ ഐറ്റംസ്, തനതായ ഐറ്റംസ് സെയിലിലുണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് കറങ്ങാനുള്ള എല്ലാവിധ കാര്യങ്ങളൂടെ ഒരുക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എൻ എൻജോയബിൾ ട്രിപ്പ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു ദുബായ് ഗ്ലോബൽ വില്ലേജിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇവരുണ്ടാക്കി ഫെസ്റ്റിവൽ സിറ്റി ഉണ്ടാക്കിയെന്നുള്ളത്. അത് അവരെ ഓവർകം ചെയ്താലും എനിക്ക് അതിശയോക്തിയല്ല. അത് അങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്. ഓരോ കൊല്ലം വരുമ്പോഴും ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പണ്ട് ചെറിയൊരു ഏരിയയിലായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു സിറ്റിയായി രൂപപ്പെട്ടിരിക്കുന്നു. പാർക്കിംഗ് ഒരു വലിയൊരു ഏരിയ ആയിരിക്കും മാറിയിരിക്കുന്നത്. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം 1-2 സെക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 5, 6 up to 10 വരെ സെക്ഷനാണ്. എന്നിട്ടും പാർക്കിംഗ് കിട്ടുന്നില്ല. അത് ഫാമിലി കുട്ടികളുടെ കൂടെ വരികയാണെങ്കിൽ മോർ എൻജോയബിൾ. കുട്ടികൾക്ക് പല ഐസ്ക്രീം, ടർക്കിഷ് ഐസ്ക്രീം, അങ്ങനെ പുതിയ പല രാജ്യങ്ങൾ ഇതും ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ്. നമ്മുടെ ഗ്രാൻഡ് ഡോട്ടറാണ് അമാൽ.